നമസ്കാരം. സുബ്രഹ്മണ്യപ്രീതിക്കുള്ള അതിപ്രശസ്തവും അത്ഭുത ഫലസിദ്ധിയുള്ളതുമായ വ്രതമാണ് ഷഷ്ഠിവ്രതം. ഈ ദിവസം ചെയ്യുന്ന ഏത് സുബ്രഹ്മണ്യ പ്രാർത്ഥനയ്ക്കും ക്ഷിപ്രഫലസിദ്ധിയുണ്ട്. മേടമാസത്തിലെ ശുക്ലപക്ഷ ഷഷ്ഠിനാൾ സുബ്രഹ്മണ്യസ്വാമിയെ ഉപാസിച്ചാൽ സൽപുത്രലാഭം, രോഗശാന്തി എന്നിവ ലഭിക്കുമെന്നാണ് വിശ്വാസം. ഇത്തവണ അത് ഏപ്രിൽ 22-നാണ്. മേടമാസത്തിലെ ശുക്ലപക്ഷ ഷഷ്ഠിവ്രതം അനുഷ്ഠിച്ചാൽ സ്കന്ദനെപ്പോലെ തേജസ്വിയായ ദീർഘായുഷ്മാനായ പുത്രനെ സിദ്ധിക്കും. സ്കന്ദൻ താരകാസുരനെ വധിച്ചതോടെ അവന്റെ രക്തം പ്രവഹിച്ച് നിരവധി മുനിമാർ മരിച്ചു. ഇത് കണ്ട സ്കന്ദൻ അമൃതുകൊണ്ട് അവരെ പുനർജനിപ്പിച്ചത്രേ. താരകാസുരന്റെ ശരീരത്തിൽ നിന്നും ഉത്ഭവിച്ച രക്തത്തെ പർവ്വതമാക്കി മാറ്റുകയും ചെയ്തു. സ്കന്ദൻ ആ പർവ്വതത്തിൽ സ്ഥിരവാസമാക്കിയതോടെ സ്കന്ദപർവ്വതം എന്നു പേരും ലഭിച്ചു. ഇതെല്ലാം നടന്നത് ഒരു മേടത്തിലെ ശുക്ലപക്ഷ നാളിലായിരുന്നു. അതുകൊണ്ട് മേടത്തിലെ ഷഷ്ഠിനാളിൽ ഭഗവാനെ പൂജിക്കുന്ന ഭക്തർക്ക് രോഗശാന്തി സിദ്ധിക്കുമെന്നും ഭഗവാൻ അരുളിച്ചെയ്തു. ഷഷ്ഠിക്ക് വ്രതം നോൽക്കുന്നവർ തലേദിവസം മുതൽ വ്രതം തുടങ്ങണം. ഷഷ്ഠി ദിവസം പൂർണ്ണ ഉപവാസം ഏറ്റവും ഉത്തമം. സാധിക്കുന്നവർ അങ്ങനെ ചെയ്യുക. പറ്റാത്തവർ യഥാശക്തി അനുഷ്ഠിക്കുക. ഫലവർഗ്ഗങ്ങൾ മാത്രമായോ ലഘുഭക്ഷണം എന്ന രീതിയിലോ വ്രതമാചരിക്കാം. മത്സ്യമാംസാദി ഭക്ഷണം പൂർണ്ണമായും ഉപേക്ഷിക്കണം. ജലപാനം വരെ ഒഴിവാക്കി പൂർണ്ണ ഉപവാസമായി വ്രതമെടുക്കുന്നവർ ധാരാളമുണ്ട്. ഈ ദിനം പരമാവധി സമയം ക്ഷേത്രത്തിൽ തന്നെ കഴിയണം. മുരുകമന്ത്രങ്ങൾ, സ്തോത്രങ്ങൾ എന്നിവ ജപിക്കണം. സ്കന്ദപുരാണം പാരായണം ഉത്തമമാണ്. മക്കളുടെ ശ്രേയസ്സിനും ഉയർച്ചയ്ക്കും സൽസന്താനലബ്ധിക്കുമായി ഷഷ്ഠിപൂജയും ഷഷ്ഠി ഊട്ടും നടത്തുന്നത് ഉത്തമമാണ്. സുബ്രഹ്മണ്യ ഭഗവാൻ ബാലമുരുകനായി കുടികൊള്ളുന്ന പെരുമ്പാവൂർ രായമംഗലം കൂട്ടുമഠം ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഷഷ്ഠിപൂജയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ട്. ഇവിടെ മക്കളുടെ പേരിൽ ഈ ഷഷ്ഠിദിനത്തിൽ ഷഷ്ഠിപൂജ നടത്തുന്നത് അതീവ ഫലദായകമാണെന്നാണ് അനുഭവസാക്ഷ്യം. ഈ ക്ഷേത്രത്തിൽ ഷഷ്ഠിപൂജ ബുക്ക് ചെയ്യാനും കൂടുതൽ വിവരങ്ങൾക്കും ക്ഷേത്രവുമായി ബന്ധപ്പെടുക. ജ്യോതിഷ ആത്മീയ അറിവുകളും ക്ഷേത്രവാർത്തകളും അറിയാൻ ഇപ്പോൾ തന്നെ ജ്യോതിഷവാർത്ത സബ്സ്ക്രൈബ് ചെയ്യൂ.